നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പത്തനംതിട്ട അടൂരിൽ ഭർത്തൃപിതാവിനെ മർദ്ദിച്ചതിൽ പ്രതികരണവുമായി മകളും മരുമകനും രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ വീണ്ടും ഈ വിഷയത്തിൽ തന്നെ പ്രതികരിച്ച് മരുമകൾ സൗമ്യ രംഗത്ത് വന്നിരിക്കുന്നുണ്ട്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അവരുടെ പ്രതികരണം. തന്റെ അവസ്ഥയും വീട്ടിലെ അവസ്ഥയും വ്യക്തമാക്കിയിട്ടാണ് സൗമ്യ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ തേജോവധം ചെയ്യുന്നത് പോലുള്ള ഒരാളല്ല താനെന്നും ചെയ്ത തെറ്റിന് താൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ക്ഷമ ചോദിച്ചിട്ടുണ്ട് എന്നും സൗമ്യ പറയുന്നു. എനിക്ക് ആരുമില്ല എന്നത് ജനങ്ങൾ അറിയണം. എന്റെ കാര്യങ്ങൾക്ക് ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങിയേ തീരൂ. എനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നായിരുന്നു സൗമ്യയുടെ പ്രതികരണം. തന്റെ വീടിന്റെ അവസ്ഥയും സൗമ്യ ഈ വീഡിയോയുടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. താൻ എല്ലാം ഒറ്റയ്ക്ക് തരണം ചെയ്താണ് ജീവിക്കുന്നതെന്നും തനിക്ക് പുറത്തിറങ്ങി ജീവിക്കണം, ജോലി ചെയ്യണമെന്നും ഒക്കെ സൗമ്യ പറയുന്നു. ഈ വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ എന്ത് പ്രശ്നം വന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നത്. കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. ആ ജീവിതം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. എനിക്കും ഒരു മനസ്സുണ്ട്. എല്ലാവരും എന്നെ നാണം കെടുത്തുമ്പോൾ ആ മനസ്സ് വേദനിക്കുന്നുണ്ട് എന്ന് സൗമ്യ പറയുന്നു. തന്നെ ഒന്ന് മനസ്സിലാക്കാൻ പോലും പറ്റാത്തയാളാണ് ഭർത്തൃപിതാവെന്നും ഈ വീഡിയോയിൽ സൗമ്യ പറയുന്നു. നിനക്ക് ആരുണ്ട് എന്നാണ് ചോദിക്കുന്നത്. എനിക്ക് ആരുമില്ല. അത് ഈ ജനങ്ങൾ അറിയണം. എന്റെ കാര്യങ്ങൾക്ക് ഒറ്റയ്ക്ക് ഞാൻ ഇറങ്ങിയേ തീരൂ എന്ന് സൗമ്യ പറഞ്ഞു നിർത്തുന്നു. നേരത്തെ അമ്മായി അച്ഛനെ തല്ലിയത് ശല്യം സഹിക്കാൻ കഴിയാതെയാണെന്ന് പറഞ്ഞ് സൗമ്യ രംഗത്തെത്തിയിരുന്നു. മദ്യപിച്ചെത്തുന്ന തങ്കപ്പനിൽ നിന്ന് മർദ്ദനം ഏൽക്കാറുണ്ടായിരുന്നുവെന്നും തന്റെ അമ്മയുടെ മുന്നിൽ വെച്ച് പോലും മുടിക്കുത്തിന് പിടിച്ച് ഭർത്തൃപിതാവ് നിലത്തുകൂടി വലിച്ചിഴച്ചിട്ടുണ്ടെന്നും സൗമ്യ അന്ന് പറഞ്ഞു. സഹികെട്ടപ്പോഴായിരുന്നു താൻ തിരിച്ചു പ്രതികരിച്ചത് എന്നായിരുന്നു സൗമ്യയുടെ വെളിപ്പെടുത്തൽ. അടൂർ സ്വദേശി തങ്കപ്പനെ കഴിഞ്ഞ 20-ാം തീയതിയായിരുന്നു മകൻ സിജുവും മരുമകൾ സൗമ്യയും ചേർന്ന് മർദ്ദിച്ചത്. മകൻ പൈപ്പ് കൊണ്ടും മകന്റെ ഭാര്യ വടികൊണ്ടും അടിച്ചു വീഴ്ത്തി. അടികൊണ്ട് വീണ തങ്കപ്പനെ നിലത്തിട്ടും മരുമകൾ സൗമ്യ മർദ്ദിച്ചു. ഇതിന്റെ ദൃശ്യങ്ങളായിരുന്നു അയൽക്കാർ പകർത്തി പ്രചരിപ്പിച്ചത്. ഇതോടെ അടൂർ പോലീസ് കേസെടുക്കുകയും ചെയ്തു. സംഭവത്തിൽ മകനെയും മരുമകളെയും അറസ്റ്റ് ചെയ്തുവെങ്കിലും പക്ഷെ തങ്കപ്പൻ കോടതിയിൽ ചെന്ന് പരാതിയില്ലെന്ന് പറഞ്ഞതോടെ ജാമ്യം നൽകുകയായിരുന്നു. അന്ന് സൗമ്യ പറഞ്ഞത് ഇങ്ങനെയാണ്: പിതാവിനെ മർദ്ദിക്കുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെ വീടിന് പുറത്തേക്ക് ഇറങ്ങുവാൻ കഴിയാത്ത സാഹചര്യമാണ്. മദ്യപിച്ചെത്തുന്ന അച്ഛൻ മർദ്ദിക്കാറുണ്ട്. തന്റെ അമ്മയുടെ മുന്നിൽ വെച്ചും മുടിക്കുത്തിന് പിടിക്കുകയും നിലത്തുകൂടി വലിച്ചൊഴിക്കുകയും ചെയ്യുമെന്ന് സൗമ്യ പറഞ്ഞു. വിവാഹം കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞപ്പോൾ മുതൽ മർദ്ദിക്കുവാൻ തുടങ്ങിയതാണ്. മദ്യപിച്ചില്ലെങ്കിൽ അച്ഛൻ സ്നേഹമുള്ളയാളാണ്. എന്നാൽ മദ്യപിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇത്രയും കാലം അച്ഛന്റെ ഉപദ്രവം സഹിക്കുക മാത്രമാണ് ചെയ്തത്. എന്നാൽ അന്ന് അച്ഛൻ ചെയ്തത് തന്നെ പ്രകോപിപ്പിച്ചുവെന്നും അതുകൊണ്ടാണ് പ്രതികരിച്ചതെന്നും സൗമ്യ പറഞ്ഞു. മകൻ പൈപ്പ് കൊണ്ടും മരുമകൾ വടികൊണ്ടും അടിച്ചു വീഴ്ത്തുന്ന ദൃശ്യങ്ങളാണ് പ്രചരിച്ചത്. തുടർന്ന് ലഭിച്ച പരാതിയിൽ അടൂർ പോലീസ് കേസെടുത്ത് ഇരുവരും അറസ്റ്റ് ചെയ്തു. പിന്നാലെയായിരുന്നു തനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തങ്കപ്പൻ ചെല്ലുന്നതും ഇവർക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തത്. മർദ്ദിച്ച മകനെ താൽക്കാലിക ജോലിയിൽ നിന്ന് KCB ഒഴിവാക്കിയിരുന്നു. അടികൊണ്ട് വീണ തങ്കപ്പനെ നിലത്തിട്ടും മരുമകൾ സൗമ്യ മർദ്ദിക്കുകയായിരുന്നു. അയൽക്കാർ ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതോടെയാണ് ഇത്തരത്തിൽ കേസാവുകയും തുടർന്ന് ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ഒക്കെ ചെയ്തത്. വീട്ടിൽ ചെല്ലുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് മർദ്ദിച്ചു എന്നായിരുന്നു FIR. മദ്യപിച്ചുള്ള ശല്യം സഹിക്കാൻ കഴിയുന്നില്ലെന്നാണ് മരുമകൾ സൗമ്യ പറയുന്നത്. കല്യാണം കഴിഞ്ഞ കാലം തൊട്ട് തന്നെ ഈ ഉപദ്രവം ഉണ്ടെന്നും പറയുന്നുണ്ട്. തെറ്റെന്നറിയാം, പക്ഷെ പറ്റിപ്പോയി. വീഡിയോ പ്രചരിച്ചതോടെ പുറത്തിറങ്ങുവാൻ കഴിയുന്നില്ല. KCB കൈപ്പാട്ടൂർ ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്നു സിജു. വീഡിയോ പുറത്തു വന്നതോടെ സിജുവിനെ ഈ ജോലിയിൽ നിന്ന് ഒഴിവാക്കി. തെറ്റുപറ്റി, ജോലി തിരിച്ചു തരണമെന്ന് സിജുവും ഒപ്പം ഈ പിതാവ് തങ്കപ്പനുമൊക്കെ അപേക്ഷിക്കുന്നുണ്ട്. തങ്കപ്പൻ മറ്റൊരു വീട്ടിലാണ് താമസം. മകന്റെ വീട്ടിലെത്തിയപ്പോഴായിരുന്നു മകനും മരുമകളും അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തത്. എന്നെ മോളെ സ്നേഹിച്ചിട്ടില്ല, എന്നും മദ്യപാനം, തെറി, സഹികെട്ടിട്ടാ തല്ലിയതെന്നൊക്കെ മരുമകൾ പറയുന്നുണ്ട്. എന്നും വീട്ടിൽ ഉപദ്രവമായിരുന്നുവെന്നും സഹിക്കാവുന്നതിനും അപ്പുറമായപ്പോൾ പ്രതികരിച്ചു പോയതാണെന്നുമാണ് ഈ മരുമകൾ പറയുന്നത്. കുടുംബ ബന്ധങ്ങളിലെ കെട്ടുറപ്പില്ലാത്ത ബന്ധങ്ങളായി മാറിയിരിക്കുകയാണ് അച്ഛൻ മക്കൾ മരുമക്കൾ ബന്ധമൊക്കെ. ആവശ്യങ്ങൾക്ക് മാത്രമുള്ള ഇരകളായി മാതാപിതാക്കളും തിരിച്ചു മാറുന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അനാഥാലയത്തിൽ മരിച്ചയാളുടെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ മകനും കുടുംബവും വീട് പൂട്ടിപ്പോയ വാർത്തയൊക്കെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു. വീട്ടുമുറ്റത്ത് ദർശനത്തിന് കിടത്തിയ മൃതദേഹം പള്ളി സെമിത്തേരിയിൽ പിന്നീട് സംസ്കരിക്കുകയായിരുന്നു. തൃശൂർ അരിമ്പൂർ കൈപ്പള്ളി സ്വദേശി പ്ലാക്കർ തോമസിന്റെ മൃതദേഹമായിരുന്നു അന്ന് വീടിന് പുറത്ത് കിടത്തേണ്ടി വന്നത്. മകന്റെ മരുമകളുടെ മർദ്ദനത്തെ തുടർന്ന് വീട് വിട്ടിറങ്ങിയ തോമസും ഭാര്യ റോസ്ലിയും മാസങ്ങളായി വിവിധ അനാഥ മന്ദിരങ്ങളിലാണ് താമസിച്ചു വന്നിരുന്നത്. അരിമ്പൂരിലെ തീപ്പെട്ടി കമ്പനിയിലെ തൊഴിലാളിയായിരുന്നു തോമസ്. തോമസിന്റെ വരുമാനം നിലച്ചതോടെ ദമ്പതിമാരോട് മരുമകൾ ശത്രുതാ നിലപാട് കൈക്കൊണ്ടു. റോസ്ലിയെ മരുമകൾ സ്ഥിരമായി മർദ്ദിക്കുകയും ചെയ്തു. തുടർന്ന് ഈ മൃതദേഹം ബന്ധുക്കൾ ചേർന്ന് കൈപ്പള്ളിയിലുള്ള വീട്ടിലെത്തിച്ചപ്പോൾ മകൻ വീട് പൂട്ടി സ്ഥലം വിട്ടതായി നാട്ടുകാർ പറഞ്ഞു. തോമസിന്റെ ഭാര്യ മകൾ ജോയ്സിയും ബന്ധുക്കളും അടക്കം വീട്ടുമുറ്റത്ത് മൃതദേഹങ്ങളുമായി 6 മണിക്കൂറോളമാണ് ഇരുന്നത്. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ വൈകിട്ട് ഏറവ് സെയിന്റ് തെരേസാസ് കപ്പൽപ്പള്ളി സെമിത്തേരിയിൽ പിന്നീട് മൃതദേഹം സംസ്കരിച്ചു. മറ്റു ചില റിപ്പോർട്ടുകൾ കൂടി നോക്കിയാൽ കൂട്ടാലിയിൽ പിതാവിനെ കൊന്ന് ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ച സംഭവത്തിലെ പ്രതി മകൻ
മൂത്തയിടത്ത് വീട്ടിൽ സുമേഷിനെ തെളിവെടുപ്പിനെത്തിച്ചു. കൃത്യമായ ഒരുക്കത്തോടെയാണ് ഈ കൊലപാതകം നടത്തുന്നതാണ് പ്രതി പറഞ്ഞതായി പോലീസ് അറിയിക്കുന്നത്. ചൊവ്വാഴ്ച വൈകിട്ടാണ് മുത്തേടത്ത് വീട്ടിൽ സുന്ദരൻ നായരുടെ മൃതശരീരം ചാക്കിൽ കെട്ടിയ നിലയിൽ വീടിനു സമീപത്തെ മറ്റൊരു പറമ്പിൽ കണ്ടെത്തിയത്. കടം വീട്ടുന്നതിന് പിതാവ് പണം നൽകാത്തതാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് ഈ പ്രതി പറഞ്ഞത്. സുമേഷിന്റെ മൊഴി ഇങ്ങനെയാണ്: അച്ഛനോട് പലവട്ടം സ്വർണ്ണമാല ചോദിച്ചുവെങ്കിലും നൽകിയില്ല. അടുക്കളയിൽ നിന്ന് വിറകെടുത്ത് തലക്കടിച്ചു. മുറിയിൽ പരന്ന ചോര തുണി കൊണ്ട് തുടച്ചു. അച്ഛന്റെ മുണ്ട് കയ്യിലും കാലിലും ചേർത്ത് കെട്ടി. അതിനുശേഷം മൃതദേഹം കുളിമുറിയിലേക്ക് കൊണ്ടുപോയി ചാക്കിലാക്കി. പിന്നീട് അടുക്കളയോട് ചേർന്ന മതിലിനരികിൽ കസേരയിലിട്ട് കയറി മൃതദേഹം അടുത്ത പറമ്പിലേക്ക് തള്ളി. ശേഷം മതിൽ ചാടിക്കടന്ന് മൃതദേഹം പറമ്പിലെ കുഴിയിലേക്ക് മാറ്റിയെന്നും സുമേഷ് പറയുന്നു. ഇയാൾ പുഴമ്പളത്താണ് താമസിക്കുന്നത്. കൊലപാതക ശേഷം സ്വർണ്ണമാലയും മോതിരവും കൈക്കലാക്കിയ പ്രതി സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ 80,000 രൂപയ്ക്ക് മാല പണയം വെക്കുകയായിരുന്നു. മദ്യത്തിന് അടിമയായ പ്രതി മുൻപ് പലതവണ പണം ആവശ്യപ്പെട്ട് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒല്ലൂർ ACP SP സുധീരൻ, മണ്ണുത്തി SHO KC ബൈജു, PC SHO K സതീഷ് കുമാർ, SI ഷാജു, V മാധവൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് നടത്തിയത്. ഇതിനിടെ ഗാർഹിക പീഡനത്തെക്കുറിച്ച് വാട്സാപ്പ് സന്ദേശത്തിലൂടെ വീട്ടുകാരെ അറിയിച്ചതിന് പിന്നാലെ ഗർഭിണിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവും മാതാവും അറസ്റ്റിലായി. കൊടുങ്ങല്ലൂർ കോതപറമ്പിൽ താമസിക്കുന്ന പരിയാശ്ശേരി കാട്ടുപറമ്പിൽ അബ്ദുൾ റഷീദിന്റെയും സക്കീനയുടെയും മകൾ ഫസീലയാണ് മരിച്ചത്. യുവതിയുടെ വീട്ടുകാരുടെ പരാതിയിൽ ഭർത്താവ് കരുപ്പടന്ന നൌഫലിനെയും മാതാവ് റംലയും ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. ഗർഭിണിയായ തന്നെ നൌഫലും റംലയും ക്രൂരമായി ഉപദ്രവിച്ചതായുള്ള വാട്സാപ്പ് സന്ദേശത്തിൽ ഫസീല ചൊവ്വാഴ്ച രാവിലെ 6:49 മാതാവിന് ഫോണിലേക്ക് അയക്കുകയായിരുന്നു. സന്ദേശങ്ങൾ കണ്ട മാതാപിതാക്കൾ തിരക്കിയെത്തിയപ്പോൾ തല കറങ്ങി വീണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്ന വിവരമാണ് നൌഫലിന്റെ വീട്ടുകാർ നൽകിയത്. ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് മകൾ മരിച്ച വിവരം അബ്ദുൾ റഷീദും സക്കീനയും അറിഞ്ഞതും. കാർഡ്ബോർഡ് കമ്പനി ജീവനക്കാരനായിരുന്നു നൌഫൽ. 10 മാസം പ്രായമുള്ള മുഹമ്മദ് സിയാൻ മകനാണ്. മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശ്രീനാരായണപുരം പരിയാശ്ശേരി ജുമാ മസ്ജിദിൽ ഖബറടക്കി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.